അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും കാരണത്താലും ഈ ഒരു സായാഹ്നം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമാണ്. ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്നവരും ഈ പ്രദേശങ്ങളിൽ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നവരും നല്ല മനസ്സോടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആരെങ്കിലും എവിടെയെങ്കിലും കാതോർത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹീതരാണെന്ന് അറിയിക്കുക. ഇവിടെ ചർച്ച ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങളാണ്. നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം ധന്യമാക്കാൻ എന്ത് ചെയ്യണമെന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഭൗതിക ലോകത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റുള്ള സാമൂഹിക വിഷയങ്ങളൊക്കെ ചർച്ചയിൽ വരും. പക്ഷെ ആത്യന്തികമായ ചർച്ച നമ്മുടെ പരലോക ജീവിതവും ധന്യമാക്കാൻ എന്ത് ചെയ്യണം, മരണം സന്തോഷകരമാക്കാൻ എന്ത് ചെയ്യണം, ഖബറിലെ ജീവിതം സുഖകരമാക്കാൻ എന്ത് ചെയ്യണം, ഹിസാബ് യസീറാക്കാൻ എന്ത് ചെയ്യണം, സഹോദരാവസാനം വലത് കൈയിൽ പുസ്തകം കിട്ടാൻ എന്ത് ചെയ്യണം, അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ കൂട്ടുകുടുംബങ്ങളോടൊപ്പം ബന്ധുക്കളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം മരിച്ചുപോയ മാതാപിതാക്കളോടൊപ്പം ഒത്തുചേരാൻ എന്ത് ചെയ്യണമെന്ന ഗൗരവമായ ചർച്ചയാണ് ഇന്നൊരു 9:30 വരെ ഏകദേശം പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും പറയാനുള്ളത് ഇവിടെ സംസാരങ്ങൾ കൃത്യമായി കേൾക്കണമെന്ന്. ഈ പ്രദേശത്തുകാരുടെ സ്നേഹമാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കാരണം. വിളത്തൂർ എന്ന പ്രദേശത്ത് ഈ ഒരു മണ്ഡലത്തിന്റെ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കാരണം ഈ പ്രദേശത്തുകാരുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്. ഇനി അമ്പിയാക്കൾ കടന്നു വരാനില്ല. സത്യവും അസത്യവും വേർതിരിക്കാൻ പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനോടുകൂടി അത് അവസാനിച്ചു. ആ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ഏൽപ്പിച്ച ഉത്കൃഷ്ടമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന നമ്മുടെ കടമയാണ്, കടപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, ദീനിനോട് താല്പര്യം കാണിക്കുക അള്ളാഹിന്റെ തൗഫീഖാണ്. ഇരിക്കണം നിങ്ങൾ ഏകദേശം ഒരു 4 അസ്ർ സ്വല കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിപ്പെടാൻ ശ്രമിച്ചവരാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ ക്ഷണം പല നിലക്കും നിങ്ങൾ കേട്ടിരിക്കും, പല നിലക്കും നിങ്ങൾ അറിഞ്ഞിരിക്കും. പക്ഷേ അൽഹംദുലില്ലാഹ് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയട്ടെ, അള്ളാഹു അനുഗ്രഹിച്ചവരാണ് നമ്മൾ. ഇത്തരം സദസ്സിൽ ആരെ വരുന്നു? അള്ളാഹ് അനുഗ്രഹിച്ചവർ മാത്രമേ എത്തുള്ളൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇത്തരം സദസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ സുപരിചിതമായ ഒരായത്ത്. അള്ളാഹു ഒരു മനുഷ്യൻ നന്മയിലാകണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കണം നമ്മളൊക്കെ അള്ളാഹു ആഗ്രഹിച്ചവിടെ കൊണ്ട് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹിദായത്ത് നൽകണമെന്ന് റഹ്മാനായ റബ്ബുൽ അടിമയുടെ കാര്യത്തിൽ താല്പര്യപ്പെട്ടു പോയാൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വാരിക്കോരി തന്ന പടച്ചറബ് നമുക്ക് ഇഹപര സൗഭാഗ്യത്തിന് വേണ്ട സകല കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ വകതിരിച്ച് വേർതിരിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ റബ്ബ് നമ്മെ സൃഷ്ടിച്ചതുമല്ല നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന എന്നെയും ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും കൃത്യമായി ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ അടിമ നന്മയിൽ വരുമെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു പറയാ അവന് ദീനിലേക്ക് ഒരു തുറവിയുള്ള മനസ്സ് കൊടുക്കുമെന്ന്. അപ്പൊ ഇത്തരം സദസ്സിൽ വരും. അസ്ർ സ്വലക്ക് ജമാഅത്തിന് പള്ളിയിൽ കാണും, സുബഹിക്ക് പള്ളിയിൽ കാണും, നന്മയുടെ സകല മേഖലകളിലും അവരെ കാണും. ആര്? ഇസ്ലാം, ഇസ്ലാമിലേക്ക് തുറവിയുള്ള മനസ്സ് നൽകിയവൻ. അതിൻ്റെ അങ്ങനെ തുറവിയുള്ളവർക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളെ പറ്റിയൊക്കെ പ്രവാചകൻ തിരുമേനി അറിയിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ, ഈ സംസാരം കേൾക്കാൻ കാതോർത്തിരിക്കുന്നവരെ നമ്മൾ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന നിലക്ക് ഇവിടെ സംസാരങ്ങൾ പല വ്യത്യസ്ത വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് നടക്കും. ശ്രദ്ധാപൂർവം കേൾക്കണമെന്നാണ് എനിക്ക് അറിയിക്കേണ്ടത്. എൻ്റെ ഉദ്ഘാടന ഭാഷണത്തിൽ അല്പം ചില കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും ഞാൻ ഓതിക്കേൾപ്പിച്ചുവല്ലോ ഒരായത്ത്. മനുഷ്യരായി നമ്മൾ ഇഹപര സൗഭാഗ്യം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. മരിക്കണവരെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരാ? പട്ടിണിയും പ്രയാസവും ഇല്ലാത്തൊരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, അല്ലേ? ജീവിതത്തിൽ റിസ്കിൽ വിശാലത വേണം, നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇഹത്തിലും പരത്തിലും നമുക്ക് സൗഭാഗ്യവാന്മാരാകണമെങ്കിൽ, ഇഹത്തിലും പരത്തിലും സിട്ടാവിന്റെ കൃത്യമായ ഇടപെടലുകൾ നമുക്കുണ്ടാകണമെങ്കിൽ, ഈ ലോകത്ത് ജീവിതവുമായി മുന്നോട്ട് പോകുന്ന നമുക്ക് വെളിച്ചമായി ഇറക്കി അനുഗ്രഹീതമായ ഒരു ഗന്ധമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാക്കി മാറ്റണം. അവർക്കേ രക്ഷയുള്ളൂ. ഞാൻ ഓതിക്കേൽപ്പിച്ചുള്ള ഒരായത്ത്, നമ്മുടെ ഉപ്പാനിമാനി സ്വർഗ്ഗലോകത്ത് പുറത്താക്കുക. എന്നിട്ട് നിങ്ങളുടെ അല്പകാലം വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ, നിങ്ങൾ അവിടെ പോയി ജീവിച്ചേക്കുക. ഒരല്പകാലം നിങ്ങൾക്ക് അവിടെ താവളമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ജീവിത വിഭവങ്ങളൊക്കെ തരും. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ വാപ്പയിലൂടെ നമ്മുടെ ആദ്യ പിതാവായ ആദം നബിയുടെ മക്കൾക്ക് റഹ്മാനായ റബ്ബ് നൽകിയ സുവിശേഷ വാർത്തയാണ്. നിങ്ങളവിടെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ എൻ്റെ പക്കൽ നിന്നുള്ള സത്യസന്ദേശം ഹുദാ, സന്മാർഗദർശനം നിങ്ങൾ വന്നെത്തുന്ന പക്ഷം ആരതിനെ പിൻപറ്റുന്നുവോ പേടിക്കേണ്ടതില്ലെന്നാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രവാചകന്മാരെയും ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചേക്കുമ്പോൾ അവർ കൃത്യമായ പ്രമാണങ്ങൾ നൽകും.
നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന് റഹ്മാനായ റബ്ബ് നൽകിയ അനുഗ്രഹീതമായ ആ പ്രമാണ ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ. അത് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണോ? അത് നമ്മൾ പഠിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? അതിന്റെ വെളിച്ചത്തിലൂടെയാണോ ഞാനും നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ഇഹലോകത്തും ഭയപ്പെടേണ്ടതില്ല, പരലോകത്തും ഭയപ്പെടേണ്ടതില്ല. ഈ സംസാരം കേൾക്കുന്നവരെ, അള്ളാഹിന്റെ ഖുർആനുമായി നമുക്ക് എത്ര ബന്ധമുണ്ടെന്ന് എല്ലാവരും ആലോചിച്ച് നോക്കി. മഹാനായ പ്രവാചകന്റെ ഒരു ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ച എങ്ങനെ ഖുർആൻ കൊണ്ടാണ്. സകല തിന്മകളിലും അങ്ങേയറ്റം പോയിരുന്നൊരു സമൂഹത്തെ ഏറ്റവും ഉത്തമ സമൂഹമായി പ്രവാചകൻ പരിവർത്തിപ്പിച്ച എങ്ങനെ അള്ളാഹിന്റെ ഖുർആൻ അവർക്ക് ഓതി കൽപ്പിച്ചു കൊടുത്തിട്ടാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. റസൂലിന്റെ ദൗത്യത്തെ പറ്റി ജുമുഅ സൂറയിൽ അല്ലാഹു അറിയിക്കാണ്. ഹുവല്ലദി അല്ലാഹു ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക്, അക്ഷരജ്ഞാനമില്ലാത്തൊരു സമൂഹത്തിലേക്ക് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ അള്ളാഹു നിയോഗിച്ചേക്കാണ്. എന്നിട്ട് എന്താ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം? യത്ലു അലൈഹിം ആയാതി. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഖുർആൻ തൗറാത്തും ഇഞ്ചീലും നൽകിയതുപോലെ ഒന്നിച്ച് നൽകുകയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. ഘട്ടം ഘട്ടമായി ഒരായത്ത്, രണ്ടായത്ത്, മൂന്നായത്ത്, ഒരു സൂറത്തായി 23 വർഷങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഖുർആൻ അവതീർണമായത്. ഇറങ്ങുന്ന ഖുർആനി വചനങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ ഹൃദയങ്ങളിലേക്ക് ശക്തമായ മഴ പെയ്തിറങ്ങുന്നത് പോലെ അവരുടെ ഹൃദയങ്ങളിലേക്കാണ് പെയ്തിറങ്ങി. പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മകളും വേണ്ടാത്തരങ്ങളിലും മുങ്ങിക്കുളിച്ചിരുന്ന ഒരു ജനസഞ്ചയം അവരെ പറ്റി ഖുർആൻ പറയുന്നത് ആ ആയത്തിൽ തന്നെ, വ്യക്തമായ വഴിപിഴവിലായിരുന്നു. തിന്മ എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെ സമൂഹത്തിലുണ്ടോ അതൊക്കെ ആ നാടിൽ അവിടുത്തെ സഹോദരങ്ങൾ മത്സരിച്ചു കൊണ്ട് ചെയ്യുകയായിരുന്നു. ആ സമൂഹമല്ല പ്രിയപ്പെട്ടവരെ മാറിയത്. ആ സമൂഹമല്ലേ മാറിയത്. അത്ഭുതകരമായ മാറ്റമല്ലേ പ്രവാചകൻ തിരുമേനി ഉണ്ടാക്കിയത്. ലോകത്തിന്റെ ചരിത്രത്തിൽ 23 വർഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ പറ്റാത്ത മാറ്റം ഹബീബായ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മളെ കയ്യിലുള്ള ഖുർആൻ കൊണ്ടാണ്. ഈ സംസാരം കേൾക്കുന്നവരെ, ആ ഗ്രന്ഥവുമായി നമുക്ക് എത്ര ബന്ധമുണ്ടെന്ന് ആലോചിക്കും. ദിനേന നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും അറിയാത്തവരാണ് ഭൂരിഭാഗം ആളുകൾ. ഭൂരിഭാഗം ആളുകളും ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും അറിയാത്തവരാ. ചെറിയൊരു സൂറ ഏതാ? കൗസറാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറ ഏതാ? കൗസറാണ്. ഇന്നാക്കൽ കൗസർ. ഈ സൂറത്തിന്റെ അർത്ഥം പോലും അറിയാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആലോചിച്ച് നോക്ക്. ഈ സംസാരം കേൾക്കുന്നവർ ആലോചിക്കും. പരിശുദ്ധ ഖുർആനിലെ 114 സൂറയിലെ 6000 ചില്ലാനം വചനങ്ങളിൽ ഏറ്റവും ചെറിയ സൂറയല്ല പ്രിയപ്പെട്ടവരെ കൗസർ. ഇതിന്റെ അർത്ഥം പോലും അറിയാത്തവരുണ്ട്. നമ്മുടെ ഭൗതിക ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ, ഒരു ജോലിയിൽ ഒരു കയറ്റം ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാൻ, എന്തെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതൊക്കെ കൈകളിലുണ്ടെങ്കിൽ നിനക്കൊരൽപ്പം ശമ്പള വർധനമുണ്ടാകുമെന്ന്, ഭൗതിക ലോകത്തിന്റെ വിഷയത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ഉയർച്ച ലഭിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് വിവരം നൽകിയാൽ നമ്മൾ നേടിയെടുക്കാൻ പ്രായവ്യത്യാസമില്ലാതെ ഞാനും നിങ്ങൾ പരിശ്രമിക്കുമല്ലോ. ഇഹപര സൗഭാഗ്യം നമുക്ക് ലഭിക്കണോ? സിട്ടാവിന്റെ അനുഗ്രഹം നമുക്ക് വേണോ? ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ തിരുനോട്ടം നമുക്ക് വേണോ? ഖബർ മുതൽ ജീവിതം സന്തോഷകരമാക്കണോ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി മാറണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലൂടെ ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ ഖുർആൻ കടന്നു വന്നിട്ടുണ്ടോ? ഓരോരുത്തരും ആലോചിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചമായിട്ടുണ്ടോ ഖുർആൻ? ഹുദയായിട്ടുണ്ടോ ഖുർആൻ? കാരുണ്യമായിട്ടുണ്ടോ ഖുർആൻ? ശിഫയായിട്ടുണ്ടോ ഖുർആൻ? ഖുർആനെ പറ്റി ഖുർആൻ പറഞ്ഞ ചില വാക്കുകളാണ്. ഖുർആൻ റഹ്മത്താണ്, ഖുർആൻ ശമനമാണ്, ഖുർആൻ വഴികാട്ടിയാണ്, ഖുർആൻ മാർഗദർശനമാണ്. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ആയിട്ടുണ്ടോ എന്ന് ആലോചിക്കും. ദിവസവും അല്പസമയം ഖുർആൻ എടുത്തോതുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എത്ര സൂറകൾ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾ കാണാതറിയും. ഒരു മനസ്സ് വെച്ചിട്ടുണ്ടോ നമ്മൾ? നമ്മളെ കയ്യിലുള്ള ഫോണിൽ എത്ര മണിക്കൂറുകളാണ് ഞാനും നിങ്ങളും ചെലവഴിക്കുന്നത്? എന്നാൽ ഒരു അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് പ്രിയപ്പെട്ടവരെ 24 മണിക്കൂറിൽ ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാൻ നമ്മൾ എത്ര ആളുകൾ സമയം കണ്ടെത്താറുണ്ട്? ഇത് ഞാൻ എന്നോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം വിലയിരുത്തണം. എത്ര സമയം നമ്മൾ ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കാനും അതിൻ്റെ അർത്ഥതലങ്ങളോടെ സഞ്ചരിക്കുവാനും നമ്മൾ ഒരുക്കമാകുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ആലോചിച്ചോ. ഖുർആൻ പഠിച്ചേ പറ്റൂ. ഖുർആൻ ചോദിക്കാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഒട്ടരെ നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിച്ചു നോക്കുന്നില്ലേ? വിശ്വാസികളെ, വ്യത്യസ്ത വിഷയങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നു, വിഷയങ്ങളെപ്പറ്റി ആലോചിക്കുന്നു. എന്നാൽ നമ്മൾ ഖുർആനെ പറ്റി ചിന്തിക്കണം. ഖുർആൻ അഫലാ യതദബ്ബറൂന എന്ന് പറഞ്ഞാൽ എന്താ? ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ലേ എന്നാണ്. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്തുന്നില്ലേ എന്നാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെയും, ഒട്ടുമിക്ക ആളുകളുടെയും ഹൃദയങ്ങൾ ഖുർആനിലേക്ക് പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഖുർആൻ എന്ന് പറഞ്ഞാൽ
മരിച്ചയിടത്ത് തോന്നുന്നൊരു ഗന്ധമായി മാത്രം ഖുർആനെ കാണുന്ന ഒരാൾ മരിച്ചാൽ പ്രിയപ്പെട്ടവരെ അവിടെ ഉസ്താദന്മാരും ബാക്കിയുള്ളവരും വന്ന് മരിക്കുന്നവന്റെ തലക്കും പാത്തും അപ്പുറം ഇരുന്ന് പലപ്പോഴും ഖുർആൻ ഓതുന്നൊരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖേദകരമാണ്, വിഷമകരമാണ്. എന്നാൽ ആ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് യാസീനിൽ തന്നെ ഈ ഗ്രന്ഥം ആരുടെ അരികിലാ ഓതിക്കേൽപ്പിക്കേണ്ടത്? ജീവനുള്ളവർക്ക് ഓതിക്കേൽപ്പിക്കേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. ലിയുൻദിറ മൻ കാന ഹയ്യ. ആ സൂറയിൽ തന്നെയാണ്, ആ സൂറയിൽ നമുക്ക് പരിചിതമായ ആയത്താണ്. ഇത് ജീവനുള്ളവർക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുക്കാനും അവരെ സമുദ്ധരിക്കാനും അവർക്ക് ഹിദായത്ത് നൽകുവാനുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കണം നമ്മൾ ഈ സംസാരം കേൾക്കുമ്പോൾ നമുക്കെങ്ങനെ ഈ ഗ്രന്ഥവുമായി ബന്ധം എന്ന് കൃത്യമായി ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഇറക്കി തന്ന് പഠിക്കാനാണ്. ഈ സദസ്സിൽ കൃത്യമായി ഖുർആൻ പഠിക്കുന്ന ആളുകൾ എനിക്കറിയാം. കൃത്യമായ ഒരാഴ്ചയിൽ ഖുർആൻ പഠിക്കുന്ന മജ്ലിസിൽ കുടുംബസമേതം എത്തിപ്പെടുന്നവരുണ്ട്. ഇവിടൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. കേരളത്തിൽ മുഴുവനും അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തണം. മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ ആദ്യാവസാനം ഒന്ന് കണ്ണോടിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ എന്തിന് സമയം ചെലവഴിച്ചു എന്ന നാളെ പരലോകത്ത് നമ്മൾ പറയുക. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വഹും യസ്തരിഖൂന ഫീഹാ. നരകത്തിൽ പ്രിയപ്പെട്ടവരെ അലമുറയിടുമ്പോ നരകത്തിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കുക. ശിക്ഷയുടെ പ്രയാസം കാരണം സഹിക്കവയ്യാതെ മനുഷ്യൻ എരിപൊരികൊള്ളുമ്പോ അവൻ റബ്ബിനോട് പറയാം, റബ്ബനാ അഖ്രിജ്നാ, ഈ നരകാഗ്നിയിൽ റബ്ബേ നീ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. സഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാ പല ആളുകളും ഈ മജ്ലിസിലേക്ക് വരാതെ? അത്യുഷ്ണമാണ്. ഇവിടെ നോട് സൂചിപ്പിച്ചല്ലോ, എന്നാൽ നാറു ജഹന്നമ അശദ്ദു ഹറാ ലൗ കാനൂ യഅലമൂൻ. നരകത്തിലെ ചൂട് ഇതിലേറെ ഭീകരമാണ്, ഭയാനകമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ അനുഗ്രഹീതമായ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ പ്രയാസപ്പെടുമ്പോ, അലമുറയിടുമ്പോ, അട്ടഹസിക്കുമ്പോ അവൻ അടിയൻ റബ്ബിനോട് പറയാ, അഖ്രിജ്ന, അല്ലാഹ് ഒന്ന് എന്നെ നിന്ന് രക്ഷപ്പെടുത്തണം, നഅമൽ സാലിഹ, സുഹൃതം ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നാൾ വരേക്കും ചെയ്യാത്ത സുഹൃതങ്ങൾ ഇനി ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോ അള്ളാഹുവോട് ചോദിക്കുന്നൊരു ചോദ്യം, സമയം തന്നില്ലേ നിനക്ക്, അവസരം തന്നില്ലേ നിനക്ക്, ആയുസ് നൽകിയില്ലേ, എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് റഹ്മാനായ റബ്ബ് അവിടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് അനുഭവിക്കൂ നീ, ആസ്വദിക്കൂ നീ, ശിക്ഷയിൽ ലഘൂകരണം നീ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവൻ സൂചിപ്പിക്കണം എന്താണെന്നോ, ഈ ഒരു അവസ്ഥാവിശേഷം ഞാൻ നിങ്ങളും എത്തിപ്പെടേണ്ട ലോകമാണ്. എന്താണെന്നറിയാത്തതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തീരുമാനിച്ചോ, 5 നേരം നമസ്കരിക്കുന്നത് പോലെ, പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റതുപോലെ, മറ്റുള്ള നന്മകൾ ചെയ്യുന്നത് പോലെ റഹ്മാനായ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിക്കണം. ഇന്ന് കേരളക്കരയിൽ ഈ പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഖുർആൻ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ചര്യ കൊണ്ടാണ്. കൃത്യമായി വളച്ചുകെട്ടില്ലാതെ, ഏച്ചുകൂട്ടലില്ലാതെ, വെള്ളം ചേർക്കാതെ ഈ ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കൾ നിർവഹിച്ച ദൗത്യം ഈ പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേരളക്കരയിൽ പ്രിയപ്പെട്ടവരെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പള്ളികളിൽ ഖുർആൻ ഓതി, ഖുർആന്റെ വചനങ്ങൾ ഓതി, അതിന്റെ വിശദീകരണമായ പ്രവാചകൻ ഹദീസുകൾ ജനങ്ങളെ കേൾപ്പിക്കുമ്പോൾ അതിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ, ഈ ഖുർആൻ നമ്മൾ പഠിക്കണം. ഈ ഏതൊരു മനുഷ്യനും ഒരു മുൻവിധിയില്ലാതെ ഖുർആനും തുറന്നു നോക്കിയാണ് ആ ഗ്രന്ഥത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കും. അതിന് വല്ലാത്തൊരു വശ്യതയുണ്ട്, വല്ലാത്തൊരു മാസ്മരിക ശക്തിയുണ്ട്. ഏതൊരു മനുഷ്യനും ഒരു മുൻവിധിയില്ലാതെ ഖുർആനും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയങ്ങളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നാൽ അത് അവനെ ജീവിതത്തിന്റെ കൃത്യമായ റൂട്ടിലേക്ക് എത്തിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിതാബൻ അൻസൽനാഹു ഇലൈക്കും ബാറക്കും, ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം അല്ലാഹു ഇറക്കി തന്നത് എന്തിനാണ്? ലിയദ്ദബ്ബറു ആയാതിഹി, പഠിക്കാനാണ്. അതിലെ വചനങ്ങളെ പറ്റി പഠിക്കാനാണ്. ഏറ്റവും ഉത്തമനാരാ? ഖുർആൻ പഠിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉത്തമൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. കുടുംബസമേതം പഠിക്കണം, അല്ലേ? നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. ഇന്നത്തെ നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ ആശങ്കകളിലാണ്. അനുസരണമില്ലാത്ത മക്കൾ, പറഞ്ഞത് കേൾക്കാത്ത മക്കൾ, ധിക്കാരം കാണിക്കുന്ന മക്കൾ, മാതാപിതാക്കളോട് തട്ടിക്കയറുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, ആ മക്കളിലൊക്കെ ദീനിയായ കൃത്യമായ ഒരു ചിത്രം വരച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് സാധിക്കും. അതിനെന്ത് വേണം? കുടുംബസമേതം ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ ചെല്ലണം. വാപ്പ കേൾക്കണം. നമ്മളൊരു സദസ്സിൽ ചെല്ലുന്നു, 4 ആയത്ത് അവിടെ വിശദീകരിക്കുന്നു. വാപ്പ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, പടച്ചോനെ, ഈ സംസാരം എൻ്റെ പൊന്നുമോനും കേട്ടിരുന്നുവെങ്കിൽ, എൻ്റെ ഭാര്യയും കേട്ടിരുന്നുവെങ്കിൽ, എൻ്റെ ജ്യേഷ്ഠനും കേട്ടിരുന്നുവെങ്കിൽ. അതിനുള്ള വഴിയാണ് കുടുംബസമേതം അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന അനുഗ്രഹീതമായ സദസ്സിൽ നമ്മൾ എത്തിപ്പെടണം. മഹാനായ പ്രവാചകൻ, മക്കയിലെ പ്രവാചകന്റെ പ്രബോധന കാലം പരിശോധിച്ചു നോക്ക്. ഹബീബായ പ്രവാചകന്റെ പ്രബോധന കാലത്തിൽ 13 വർഷവും പ്രവാചകൻ ശരിക്കും തൗഹീദും അതുപോലെ തന്നെ ആഖിറത്തും പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളോട് അവർ കറക്റ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തു. മദീനത്തെത്തിന് ശേഷം മക്കയിലെ പ്രവാചകന്റെ 13 വർഷത്തെ പ്രബോധന കാലയളവിൽ
അവതീർണമായ ഖുർആനിക സൂക്തങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ മദീനത്തെത്തിയതിനു ശേഷമാണ് നിസ്കാരം പഠിപ്പിക്കുന്നത്, നോമ്പ് പഠിപ്പിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളൊക്കെയും കൃത്യമായി ചിട്ടയോടെ പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചു. മദീന മുനവ്വറയിലെത്തിയതിനു ശേഷം മദീനത്ത് മക്കയിൽ കൃത്യമായി തൗഹീദും ആഖിറത്തും അവിടെ മനസ്സിലേക്ക് ഇട്ടു, അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു. വിശ്വാസികളെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഇവിടെ സ്വാഗത ഭാഷണത്തിൽ നൂറുൽ ഹഖ് സംസാരിച്ചപ്പോൾ നിങ്ങൾ കേട്ടോ ഒരായത്ത് മുഅ്മിനൂൻ സൂറയിലെ അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി അവരെ ബോധ്യപ്പെടുത്തി. വലഖദ് ഖലഖൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ. ആ ആയത്തൊക്കെ ഓല ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റി ബോധമുണ്ടാക്കി. സൃഷ്ടാവിനെ പറ്റി അവർ ചിന്തിച്ചു, അള്ളാഹുവിന്റെ കുദറത്ത് അവർക്ക് ബോധ്യപ്പെടുകയായിരുന്നു. തിന്മകൾ സഞ്ചരിച്ചിരുന്നവർ നന്മയുടെ വഴിയിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ ഗൗരവപ്പെട്ട് എൻ്റെ സഹോദരൻ കൂടെ എനിക്ക് പറയാനുള്ളത്, ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി മാറണം. നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലാഹു മഹീന അൽ കിതാബി വസുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിപ്പിക്കുകയും അങ്ങനെ മരണപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്നാണ്. പക്ഷേ ഖുർആൻ ജീവിതത്തിന്റെ വെളിച്ചമായാൽ മാത്രമേ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. ആ കാര്യത്തിൽ നമ്മൾ ഗൗരവമായ ഇഹപര സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർ അള്ളാഹിന്റെ ഖുർആൻ പഠനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ സ്വീകരിക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹിന്റെ സ്വർഗം ലഭിക്കുന്നവരെ പറ്റി പരിചയപ്പെടുത്തിയെടുത്ത് ഖുർആൻ പറയാണ്, 2-3 കാര്യങ്ങൾ ചെയ്യുന്നവർ നഷ്ടമില്ലാത്ത കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നേതാ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, ഖുർആൻ പഠിക്കുന്നവർ. അവിടെ യത്ലൂന എന്ന് പറഞ്ഞാൽ വെറും ഓതി തീർക്കുന്നവരെന്നല്ല. 8-10 തവണയൊക്കെ ഖുർആൻ റമളാനായി ഓതി തീർത്തവരുണ്ടാവും. പക്ഷെ ഒരായത്തിന് അർത്ഥം പോലും അറിയാത്തവരാ ഭൂരിഭാഗം ആളുകളും. ഞാൻ എന്താണ് ഓതുന്നത് എന്നറിയാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. അതല്ല, അർത്ഥം മനസ്സിലാക്കണം, ആശയം മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥഗാംഭീര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. സഹാബത്തൊക്കെ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ഓത്തു കേൾക്കുമ്പോൾ ഒരു കണ്ണുനീർ കണ്ണിൽ നിന്ന് ഇറ്റിറ്റായി ഒഴുകുന്നത് എന്തുകൊണ്ടാ? അവർക്കതിൻ്റെ ഹക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഓതുന്ന ആയത്തിന്റെ ഗൗരവം മനസ്സിലാകുമ്പോൾ അവിടെ ഹൃദയം പടക്കുന്നു, കണ്ണുനീർ ഇറ്റിറ്റായി വീഴുന്നു. പ്രിയപ്പെട്ടവരെ, അത് അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞല്ലതീൻ്റെ ഒരു കൂട്ടർ യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ ഖുർആൻ തിലാവത്ത് നടത്തുന്നവർ. ഇതിന് മുഫസ്സിരിങ്ങൾ നൽകിയ വിശദീകരണം യതദാറസൂന എന്ന പഠിക്കുന്നവരെന്ന. അതുകൊണ്ട് ഈ ഒരു കൊപ്പം സമ്മേളനത്തിന് ഈ സംസാരം കേൾക്കുന്നവരോട് വല്ലവരും ഇതുവരെ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടാത്തവരുണ്ടെങ്കിൽ തീരുമാനിച്ചോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരല്പകാലമേ ലഭിക്കുകയുള്ളൂ. എല്ലാവരും ആലോചിക്കണം, ഈ ഉമ്മത്തിന്റെ വയസ്സ് എത്രയാണ്? അഅ്മാറു ഉമ്മത്തി സിത്തീന ഔ സബഈൻ. മുത്തറസൂൽ പറയാണ്, എൻ്റെ ഉമ്മത്തിന് നിശ്ചയിച്ച വയസ്സ് 60ഓ 70ഓ ആണ്. പ്രിയപ്പെട്ടവരെ, പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മജ്ലിസിൽ ഭാഗവാക്കാകാം അല്ലേ? എല്ലാവരും കുടുംബസമേതം, എല്ലാവരും മാതാപിതാക്കളും മക്കളും കുട്ടികളും പേരക്കുട്ടികളും സ്വർഗത്തിൽ എങ്ങനെ നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ പോകേണ്ടത്. അവർക്ക് അള്ളാഹു നൽകുന്ന ഓഫറാണ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്നവർ. കൃത്യമായി നമസ്കരിക്കും. 3 കാര്യം ചെയ്യുന്നവർക്ക് യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടത്തിലാണ് അവർ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഏതാ നഷ്ടമില്ലാത്ത കച്ചവടം? അനുഗ്രഹത്തിന്റെ സ്വർഗമാണ്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോകേണ്ടി വരില്ല. അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ അവൻ റഹ്മാനായ റബ്ബ് ഇടം നൽകുമെന്നാണ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഈ ഒരു പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് ആദ്യാവസാനം ഖുർആൻ ഓതി അതിന്റെ വിശദീകരണമായ പ്രവാചകൻ ഹദീസ് കൽപ്പിച്ച് കൃത്യമായ സംസാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്തിനാണ്? ഈ നാട്ടിൽ, ഈ കേരളക്കരയിൽ നമ്മൾ ഈ ഒരു ആദർശ വഴിയിൽ സഞ്ചരിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സൂചിപ്പിച്ചോളൂ, ഈ ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന കൂട്ടായ്മ ഈ ഒരു പ്രോഗ്രാം, ഈ പ്രവർത്തന വഴിയിലൂടെ മുന്നോട്ട് പോയപ്പോൾ എത്രമാത്രം റഹ്മാനായ റബ്ബിന്റെ തൗഫീഖാണ് ഉണ്ടായത്, എത്ര വളർച്ചയാണ് ഉണ്ടായത്, എത്ര ആളുകളാണെന്നോ ഈ ഒരു നന്മയുടെ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇതിലേതെങ്കിലും ഒരു പ്രഭാഷകന്മാരുടെ പ്രസംഗകരുടെ പ്രഭാഷണത്തിന്റെ വാക്കുചാതുരിയോ അതിൻ്റെ മഹത്വമോ അല്ല പ്രിയപ്പെട്ടവരെ, ഓതിക്കേൾപ്പിക്കുന്ന ഖുർആനിന്റെ ഒരു മഹത്വമാണത്. അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ, അതിൻ്റെ ആശയം കേൾക്കുമ്പോൾ അതിലേക്ക് മനുഷ്യർ ആകർഷിക്കുകയാണ്. അത് ഈ ഗ്രന്ഥത്തിന് വല്ലാത്ത ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിആ, ഇതൊരു മലമുകളിലേക്കാണ് ഈ ഗ്രന്ഥം അവതീർണമാകുന്നതെങ്കിൽ ആശയഗാംഭീര്യ നിമിത്തം അത് തകർന്ന് തരിപ്പണമാകുമായിരുന്നുവെന്ന അത്ര അർത്ഥ ഗാംഭീര്യമുള്ള വചനങ്ങളാണ്. ഞാൻ പറയട്ടെ, അതിൻ്റെ വക്കാറത്ത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളണമെന്നാണ് എൻ്റെ ഈ ഉദ്ഘാടന സംസാരത്തിൽ അറിയിക്കാനുള്ളത്. ഇവിടെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മെ വിലയിരുത്തുക, പടച്ചോനെയും എൻ്റെ ജീവിതം എത്രമാത്രം ധന്യമാണ്, എൻ്റെ റബ്ബിൻ്റെ കൽപ്പനകൾ ഞാൻ കൃത്യമായി പാലിക്കുന്നുണ്ടോ, എൻ്റെ പരലോക രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം നമ്മൾ കറക്റ്റ് വിലയിരുത്തുമ്പോൾ എത്രമാത്രം നമ്മൾ നന്മയിൽ സഞ്ചരിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഒരു തീരുമാനം കൈക്കൊള്ളുക. ഖുർആൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താക്കി മാറ്റും. പരിശുദ്ധ ഖുർആനാകണം നമ്മൾ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത്. അതൊന്ന് എടുത്തോതാനും അതൊന്ന് പഠിക്കാനും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കാനും നമ്മൾ ഒരുക്കമായാൽ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിക്കുക. എളുപ്പമാണ് ഖുർആൻ അല്ലേ? മുമ്പൊക്കെ പറഞ്ഞത് നമ്മളാണ് പറഞ്ഞു തരും, നിങ്ങളാണ് കേട്ടാൽ മതി എന്ന്. ഖുർആൻ പഠിക്കൽ എത്രത്തോളം എന്നാൽ ഖിയാമത്ത് അലാമത്താണെന്ന് പോലും പ്രിയപ്പെട്ടവരെ സമൂഹം പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഖുർആൻ പ്രവാചകൻ തിരുമേനി വരാനിരിക്കുന്നൊരു നാടിൻ്റെ അവസ്ഥയെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. ഖുർആൻ അതിൻ്റെ ഏടുകളിൽ ഒതുങ്ങുമെന്നാണ്. 2-3 മണിക്കൂർ പ്രഭാഷണം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ഒരായത്തോതി വിശദീകരിക്കുന്ന മജ്ലിസുകൾ കുറവാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഈ നിലക്കായത്. പള്ളി മിമ്പറുകളിൽ കൃത്യമായി ഈ ഉമ്മത്ത് കൃത്യമായി പള്ളി മിമ്പറുകൾ ഉപയോഗപ്പെടുത്തിയാൽ വലിയൊരു ഉമ്മത്ത് നമുക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റും. അവിടെയും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതോ ഒരു കിതാബ് ഏതോ ഏടുകൾ ഓതുന്ന വായിക്കുന്ന വിഷമകരമായ അവസ്ഥയാണ്. അവിടെ കൃത്യമായി അള്ളാഹിന്റെ റസൂൽ ഖുത്ബ നിർവഹിച്ചതുപോലെ അള്ളാഹിന്റെ ഖുർആൻ ഓതി ജനങ്ങളെ ആവശ്യാനുസൃതം സാന്ദർഭികമായി കൃത്യമായി അവർ സമുദ്ധരിച്ചിരുന്നുവെങ്കിൽ വലിയൊരു വിപ്ലവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നമ്മൾ അതിൻ്റെ അവസരങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് അല്പാൽപമായി എല്ലായിടങ്ങളിലും ഇതായ വളത്തൂര് അങ്ങനത്തെ ഒരു മിമ്പറിയുണ്ട്, അങ്ങനത്തെ ഒരു ഖുത്ബ നടക്കുന്ന സ്ഥലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ താല്പര്യങ്ങളില്ല, റഹ്മാനായ റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പരലോക വിഷയത്തിന്റെ കാര്യത്തിൽ ഗൗരവമായി ആലോചിക്കുക. ഒരായത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും. ഈ വിശ്വാസികളെ, നിങ്ങളെ സ്വന്തം തടി നിങ്ങൾ നോക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴാണ് ഈ പ്രോഗ്രാമിന് നമ്മൾ വന്നു വീട്ടിലേക്ക് നമ്മൾ തിരികെ എത്തുമോ എന്നറിയില്ല. ചിലപ്പോൾ വണ്ടിയിലായിരിക്കും നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്നത്. കാരണം അത്രയും നിസ്സാരമാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതം. അതുകൊണ്ട് അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദ് ഹതദൈതും. നന്മയിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ, നമ്മൾ നേർവഴിയിലാണെങ്കിൽ മറ്റുള്ളവരെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതേ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമുണ്ട്, ഖുർആൻ കൃത്യമായി അതിൻ്റെ വെളിച്ചം ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. എൻ്റെ വീട്ടിൽ ഖുർആൻ ഓതുന്നൊരവസ്ഥയുണ്ട്, എൻ്റെ മക്കൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബസമേതം ഖുർആൻ പഠിക്കുന്ന മജ്ലിസ് ഞാൻ എത്തിപ്പെടുന്നുണ്ട്. പഠിക്കുക മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹിന്റെ തൗഫീക്ക് നമുക്കുണ്ടാകും. ലാ യളുറുക്കും മൻ ളല്ല ഇദ് ഹതദൈതും. ഞാനെന്താ അള്ളാഹുവിലേക്കാണ് നമ്മളൊക്കെ തിരികെ പോകേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ മരണപ്പെട്ട ആളുകളെ പറ്റി. ഇനി ഏതാനും കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കുമ്പോൾ ഇന്ന ആളുകൾ നമ്മൾ ആ പ്രോഗ്രാമിൽ ഭാഗവാക്കായ ആളുകളാണെന്ന് പറയും. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഈ കാര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് നമ്മുടെ പരലോകരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഗൗരവമായ സമീപനം സ്വീകരിച്ച് ഖുർആന്റെ വെളിച്ചം ജീവിത വെളിച്ചമാക്കി മുന്നേറുവാനും അത് പഠിക്കാൻ സമയം കണ്ടെത്തി മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ തയ്യാറാകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു കൊപ്പം മണ്ഡലം, ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.